ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുണ്ട്. അത്യാവശ്യം ഭക്തജനങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ തിരക്ക് ലേശം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം ഭക്തജനങ്ങൾ അവിടെ റീൽസ് എടുക്കാനും എല്ലാം വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഏതൊരു സമയത്തും ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ കുറേ ചുമർ ചിത്രങ്ങളുണ്ട്, അതെല്ലാം വീഡിയോ എടുക്കണം, ഒരു വ്ളോഗാക്കണം എന്നുള്ളത്. അത് ഇന്നാണ് സാധിച്ചത്. അങ്ങനെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിന് മുന്നിലുള്ള ചുമർ ചിത്രങ്ങൾ എല്ലാം ഇന്ന് പകർത്തുകയാണ്. അത് എല്ലാം കൂടിയിട്ട് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ അമ്പലത്തിന്റെ പ്രധാന കവാടം കിടക്കുന്ന സമയത്ത് തന്നെ കുറേ ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതിലെ ഭഗവാൻ കൃഷ്ണന്റെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തും വലുതായിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ രുക്മിണി സ്വയംവരം അങ്ങനെയുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങളുണ്ട്. നമ്മുടെ കുചേലനായിട്ടുള്ള ചിത്രങ്ങൾ വരെ അതിൽ കാണിക്കുന്നുണ്ട്. അമ്പലത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിലുള്ള ഈ ഒരു ചുമർ ചിത്രങ്ങളെല്ലാം വളരെയധികം കാലം പഴക്കമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു വരച്ച രീതി, അതേപോലെ തന്നെ ആ ഒരു ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ചിത്രങ്ങളാണ് എന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് കുറച്ച് അധികം നേരം പകർത്തി അതിനുശേഷമാണ് അമ്പലത്തിന്റെ ചുറ്റുമതിലിന് മീതെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ അവിടേക്ക് പോകുന്നത്. ഇതൊക്കെ വളരെ ഈ അടുത്ത കാലത്ത് വരച്ച് തീർത്ത കുറേ ചിത്രങ്ങളാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇത് രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രംഗമാണിത്. അതായത് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്യുന്നു. ആ ഒരു ചിത്രമാണിത്. വളരെയധികം നല്ല ഭംഗിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിക്കുന്ന എല്ലാ വധൂവരന്മാരും ഇവിടെ വന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ചുമർ ചിത്രം കൂടി കാണാൻ സാധിക്കും എന്നുള്ളത്. ആ ഒരു ദേവിയുടെ ചിത്രം നോക്കി 2-3 കണ്ണ് 2-3 വായൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഉള്ള ഒരു കലാരൂപമാണല്ലോ അത്. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഏതൊരു ഭക്തജനങ്ങളുടെയും ഒരു പ്രിയപ്പെട്ട ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ചുമർ ചിത്രങ്ങളുടെ തൊട്ടു മുൻപ് എന്നുള്ളത്. കുറേ വ്യക്തികൾ വന്നിട്ട് അവിടെ ചുരണ്ടി കളഞ്ഞിട്ടാണ് തോന്നുന്നത്. ചില ഭാഗങ്ങളിൽ പെയിന്റ് പോയതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ കാണുന്നത് വേണുഗോപാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിത്രമാണ്. ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഗോപികമാര് അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഇത്. ഈ ചിത്രങ്ങളെല്ലാം വരച്ചത് ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിങ് ആ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ആ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. ഇത്രയും നല്ല ചിത്രങ്ങളെല്ലാം വരച്ചിട്ട് അത് കൃത്യമായിട്ട് മഴയൊന്നും കൊള്ളാതെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ചില നേരത്തെ എനിക്കതിൽ മഴ കൊള്ളുന്നു എന്ന് പോലെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇത് മഹാലക്ഷ്മി ഗോപാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ്. വളരെ നല്ല ഭംഗിയിൽ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും മഞ്ഞ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീല കളറും ഉണ്ട്, പക്ഷെ കൂടുതലായിട്ട് മഞ്ഞ കളറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലൊരു രസമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് പാർത്ഥസാരഥിയാണ്. ഒരു പച്ച കളറാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും. വളരെ ഭംഗിയായിട്ട് തന്നെ അത് വീണ്ടും വരച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ചുമർ ചിത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേ നേരം അതിനെ സൂം ചെയ്തിട്ടൊക്കെ കുറേ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് എന്താ പറയുക, കുറച്ച് മാറ്റണം തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ച് പോകാം, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലിട്ട് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചിരിക്കുമ്പോൾ എന്തായാലും കുറച്ച് നേരം നോക്കി പോകും. കാരണം അത്രയും മനോഹരമായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് വേറെ പ്രിന്റഡോ അങ്ങനെ ഒന്നുമല്ല. ഇത് ഓരോ കലാകാരന്മാരുടെ കലാവിരുതുകളാണ്. ഇതിവിടെ നോക്കൂ, 1 2 3 4 പേരുണ്ട്. ആ 4 പേർക്കും വ്യത്യസ്ത കളറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ചിത്രമാണ് വസുദേവരും കൃഷ്ണരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട വസുദേവര് കൃഷ്ണനെ കൊട്ടയിൽ ചുമന്നു പോകുന്നതാണ്. അതിന്റെ പിന്നിലായിട്ട് നിൽക്കുന്നൊക്കെ ആ പാമ്പ്. വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികൾ അത് വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതിലെ കൊട്ടയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ലൊരു രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്.
എന്ത് രസമാണ് ഓരോരോ ചിത്രങ്ങളും. ഓരോ ചിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കഥ പറയാനുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ചിത്രം കാണുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ എന്നാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പശുവിൻ്റെ ഒപ്പം നിൽക്കുന്ന കൃഷ്ണന്റെ ചിത്രമാണ്. പക്ഷെ പശുവിൻ്റെ ഭാഗങ്ങളൊക്കെ, ആ ഒരു പെയിന്റ് ചിത്രം വരച്ച ഭാഗങ്ങളൊക്കെ അടർന്നു പോയിരിക്കുന്നു കേട്ടോ. കുറെ ആൾക്കാർ അവിടെ വന്നിട്ട് ചിലപ്പോൾ പിച്ചി പൊളിച്ച് കളഞ്ഞതായിരിക്കും, ചിലപ്പോൾ കുറേ അധികം തൊട്ടിട്ട് ഇതൊക്കെ പോയതായിരിക്കാം. ഇവിടെ വെണ്ണ കട്ട് തിന്നുന്ന വേറൊരു കൃഷ്ണന്റെ ചിത്രം കണ്ടോ? വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെ ചുമർ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ കുറേയൊക്കെ നശിച്ച് പോയി തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, ആൾക്കാർ വന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചുരണ്ട് നോക്കുന്നുണ്ടാവും, അങ്ങനെ കുറേയൊക്കെ മാറിപ്പോകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ മ്യൂറൽ അക്കാദമി ഉണ്ട്, അവർ തന്നെയാണ് ഈ ഒരു ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. കൃഷ്ണനും രാധയും രുക്മിണിയും എല്ലാം ഉള്ളതും നമ്മൾ എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ മുന്നിൽ നിന്ന് കണ്ടുപോകും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്താലും മതിയാവില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന കല്യാണ പാർട്ടീസ് എല്ലാവരും താലികെട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് കുറേ അധികം ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് ചിത്രം വരയ്ക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതൊരു ആളുടേക്കാളും താഴെയാണ് ഉള്ളത് ശരിക്കും. അപ്പോൾ ഒരാൾ ഇതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതിന് ഉയരം കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ നല്ല ഭംഗിയാവുമായിരുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വനഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അതിൽ കുറേ ഇല വെച്ചിട്ട് അതിലെ ഭക്ഷണം വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. കൃഷ്ണനും കൃഷ്ണൻ്റെ കൂട്ടാളികളും ആണെന്ന് തോന്നുന്നു. അതൊക്കെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന വേറൊരു ചിത്രം, ഇത് യശോദയും കൃഷ്ണനും തമ്മിലുള്ളൊരു ചിത്രമാണുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഊഞ്ഞാലിൻ്റെ മീതെ കണ്ണനും യശോദാമ്മയും കൂടിയിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്താല്ലേ ഈ ചിത്രങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. നല്ലൊരു കലാകാരൻ വരച്ചൊരു ചിത്രമാണെങ്കിൽ. അടുത്തൊരു ചിത്രമുണ്ട്, അനന്തശയനത്തിൻ്റെയാണ്. ഈ അനന്തശയനം എന്ന് പറയുമ്പോൾ എല്ലാ ദേവീദേവന്മാരും അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പുറത്ത് വേറൊരു ചിത്രം കാണിക്കുന്നുണ്ട്, കാളിയമർദ്ദനം ആണ്. പാമ്പിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു ചിത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ അവിടെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും അനന്തശയനം ചിത്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അത് പകർത്തിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരും ആ ഒരു അനന്തശയനത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ആനന്ദശയനം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഉറങ്ങുകയല്ല, എല്ലാം അറിയുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അങ്ങനെ കിടക്കുന്നത്, നിദ്രയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ഉള്ളത്. അതും അനന്തൻ എന്ന് പറഞ്ഞ ആ ഒരു പാമ്പിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ ദേവീദേവന്മാരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു കിടക്കുമ്പോൾ അവിടെ തന്നെ മഹാദേവനും ഉണ്ട്, അതേപോലെ തന്നെ ദേവന്മാരെല്ലാവരും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വളരെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അവിടെ തിക്കും തിരക്കാണ്. പിന്നെ കുറേ ഭക്തജനങ്ങൾ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആ ഒരു ചിത്രങ്ങൾ അങ്ങനെ പകർത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. മറ്റേ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ കുറേ വ്യക്തികൾ അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ക്ലിയറായിട്ട് എടുക്കാനും സാധിച്ചില്ല. ജസ്റ്റ് നടന്ന് പോകുമ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രമാണുള്ളത്. ഇതിൽ കുറേ ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ ഒരുപാട് ഇഷ്ടം തോന്നും. പാല് കട്ട് കുടിക്കുന്ന ഒരു കണ്ണൻ്റെ ചിത്രമുണ്ട്, വളരെ രസകരമായിട്ടാണ് കേട്ടോ അതൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുചേലൻ്റെ കൂടെ നിൽക്കുന്ന ഭഗവാന്റെ ചിത്രവും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ
അർജുനനെ ഗീതോപദേശം നൽകുന്ന കൃഷ്ണൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം അടുപ്പിച്ച് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഒറ്റ നടത്തത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഉള്ളത് കേട്ടോ. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ആന വരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ശീവേലിക്ക് വേണ്ടിയിട്ട് ആന വരുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ചിത്രങ്ങൾ പകർത്താൻ പോയി. ഇവിടെ പൂതനാമോക്ഷം അവിടെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗണപതി ചിത്രം വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ ചിത്രം വര തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഗണപതിനെ വരച്ചിട്ടാണ് തുടങ്ങിയത് എന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ഒരു ദിവസം അവധി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭക്തജനങ്ങളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികൾ അരങ്ങേറ്റത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊരാൾക്കാണ് ഭഗവാന്റെ മുന്നിൽ അരങ്ങേറ്റം കുറിക്കാൻ ആഗ്രഹമില്ലാത്ത? എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടായിരിക്കും ഈ ഒരു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്നിട്ടൊന്ന് ആടണം എന്നുള്ളത്. കുട്ടികളിലൊക്കെ വളരെ വലിയൊരു ഭാഗം ചെയ്ത കുട്ടികൾ തന്നെയാണ്. അവരുടെ ആഗ്രഹം സാധിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ദേവസ്വം മ്യൂറൽ പെയിൻറ്റിങ് അക്കാദമി. അപ്പോൾ അവിടേക്കാണ് ഞാനിപ്പോൾ കയറി പോകുന്നത് കേട്ടോ. ഈ പടവ് കയറിയിട്ട് വേണം പോകാൻ. ഇത് മതഗ്രന്ഥശാല, ഒരു വായനശാല ഉണ്ട്. ഇതാണ് വായനശാല. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കുറേ ചിത്രങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൻ്റെ അവിടെ കുറേ ചുമർ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്, കളർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് കാണാറുള്ളതാണ്. രാമായണത്തിലെ കുറേ ഭാഗങ്ങളാണ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. നല്ലൊരു രസമുണ്ട്. രാമലക്ഷ്മണന്മാരന് ശത്രുഘ്നന്മാരന് കട്ടിലിൽ ആട്ടിറക്കുന്ന രാജ്ഞിമാരാണ് കേട്ടോ ഈ ചിത്രം. മോളിൽ ശിവനും പാർവതിയും കൈലാസത്തിലുള്ളതാണ്. ഈ രണ്ടാമത്തെ ചിത്രം പറയുന്നത് അഹല്യാമോക്ഷം എന്നാണ് പറയുന്നത്. ചിത്രം പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സീതാ സ്വയംവരം, അതായത് രാമൻ അമ്പ് കുലച്ചിട്ട് സീതനെ സ്വയം വരിക്കുന്നതാണ്. അല്ല, സീത സ്വയം വരിക്കുന്നതാണ്. സ്ത്രീകളാണല്ലോ സ്വയംവരം നടത്താറുള്ളത്. ഇത് മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ട് കുജിൻ്റെ തോണിയിൽ രാമനും സീതയും പോകുന്നതാണ്. അവിടെ സ്വയം വരിക്കാനായിട്ട് നിൽക്കുന്ന, ഇത് കുജിൻ്റെ തോണിയിൽ പുഴ കിടക്കുന്ന ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ. സ്വയംവരത്തിനായി കാത്തു നിൽക്കുന്ന സീതയാണ് മുകളിലുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ശ്രീരാമൻ, സീത, മാരീചൻ, രാവണൻ. ശ്രീരാമനും സീതയും മരീചിന് രാവണനും മുകളിൽ. അതിൻ്റെ അപ്പുറത്ത് ബാലി സുഗ്രീവ യുദ്ധം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കളറായി കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. സുരസ ഹനുമാന്. അടുത്ത ചിത്രം ലങ്കാദഹന ഹനുമാൻ്റെ. ഇത് രാമരാവണ യുദ്ധം, ശ്രീരാമ പട്ടാഭിഷേകം. മോഡലുള്ളതാണ് ശ്രീരാമ യുദ്ധം, രാമരാവണ യുദ്ധം. അത് കഴിഞ്ഞിട്ട് അടിയിൽ ശ്രീരാമ പട്ടാഭിഷേകം. ശ്രീരാമൻ്റെ ഒപ്പമുള്ള ലക്ഷ്മണനാണ്. എപ്പോഴും സഹോദരനെ കൊണ്ടുപോകുന്ന ആളാണ് ശ്രീരാമൻ. അപ്പോൾ സീത. യുദ്ധം നോക്കൂ, ഗംഭീര യുദ്ധമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചുമർ ചിത്ര പഠന കേന്ദ്രമാണ്. അവിടെ അത്യാവശ്യമുണ്ട്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കുത്തിവര. ഇതൊക്കെ അത്യാവശ്യം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പിള്ളേർ നമ്മുടെ വീട്ടിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ. ഇതൊക്കെ കുട്ടികളുടെ വര തന്നെ ആയിരിക്കണം. ഒരു ചുമര് പോലും വെറുതെ വിട്ടിട്ടില്ല. പില്ലറിന് മീതെ വരെ വരച്ച് വെച്ചിരിക്കുന്നു. അവിടെ വേറെ
ഇതാണ് കേട്ടോ ചുമർചിത്ര പഠനം. അതിനുള്ളിലേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു, കുറേ പടങ്ങളൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി എന്നാ അനുമതി കിട്ടുക എന്നറിയില്ല. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുരുവായൂർ അമ്പലത്തിലെ കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സ് ഞാൻ കണ്ടതൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നത് മാത്രമാണ്. വലിയ വ്ളോഗായിട്ടില്ല എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പെയിൻറ്റിങ് കൂടി തൊട്ടപ്പുറത്തെ ഭാഗത്തുണ്ട്, പക്ഷെ അങ്ങോട്ട് നമുക്കിപ്പോൾ പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. ഇതിന് മുമ്പ് കുറേ പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്, പ്രവേശനമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഇനി ഈ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഇതേപോലെ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒന്ന് എടുക്കാൻ ശ്രമിക്കൂ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ആ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ കുറച്ച് ചടങ്ങുകൾ കാണാം. ഇതിപ്പോൾ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്.